വി എസിന്റെ വിലാപയാത്ര നമുക്കറിയാം, റിപ്പോർട്ടർ ചാനൽ നീണ്ട 50 മണിക്കൂറാണ് ലൈവ് ഇട്ടിരുന്നത്. ഒരുപക്ഷെ പരസ്യമൊന്നും ഇല്ലാണ്ട് തന്നെ വി എസ് എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ. ഒരുപക്ഷെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറം നമുക്കറിയാം, പിണറായി വിജയൻ അമേരിക്കയിലേക്ക്, ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അമേരിക്കയിലേക്ക് പോയപ്പം പൊതുവെ ജനങ്ങളുടെ ഇടയിൽ പോലെ വലിയ ഒരു അമർഷം ഉണ്ടായിരുന്നു. എന്തിനാണ് അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ. പക്ഷെ അവിടെയും റിപ്പോർട്ടർ ചാനൽ മുഖ്യമന്ത്രിയെ വല്ലാണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് നമുക്ക് കണ്ടു. ഈ അടുത്ത കാലങ്ങളിൽ ഈ ചാനൽ പാർട്ടിക്ക് അനുകൂലമായിട്ട്, സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ആ സ്നേഹം നാം സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ. കാരണം ഈ സമൂഹ മാധ്യമങ്ങൾ എല്ലാ കാലവും പരിശോധിക്കുകയാണെങ്കിൽ LDFിൻ്റെ CPM പ്രവർത്തകർ എല്ലാ കാലവും മാധ്യമങ്ങൾക്കെതിരായിരുന്നു. മാപ്രകൾ എന്ന് വിളിച്ച് ആദ്യമായി വലിയ രീതിയിൽ വിമർശനം കൊണ്ടുവരുന്നത് ഈ ഇടതുപക്ഷ സഖാക്കളാണ്. ഈ സഖാക്കൾ മുഴുവൻ ഇന്ന് റിപ്പോർട്ടർ ചാനലിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അരുൺകുമാറിനെ പുകഴ്ത്തുന്നു, ആൻഡോ അഗസ്റ്റിനെ പുകഴ്ത്തുന്നു, പറയുകയാണ് ഇനി VS അച്യുതാനന്ദനേക്കാൾ വലിയ മഹാനാണ് അരുണെന്ന് പറയുമോ എന്നത് സംശയമുണ്ട്. ആ രീതിയിലേക്കാണ് പോകുന്നത്. ആ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇങ്ങനെ പ്രചരിക്കുകയാണല്ലോ. VSനെ പുകഴ്ത്തുക. VSന്റെ ഗാനം തന്നെ അവർ ലൈവായിട്ട് ഇട്ടു, നല്ല മനോഹരമായ ഗാനം. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, VS മരണപ്പെട്ടു, അന്നേരം അതിന് ശേഷം തന്നെ ഈ ഗാനം ചിട്ടപ്പെടുത്തി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നേരത്തെ ചെയ്തു വെച്ചതായിക്കൂടെ? അങ്ങനെയും വിമർശനം, ഞാൻ പറയുന്നേ അല്ല, കമന്റുകളൊക്കെ വരുന്നതാണേ ശ്രീത്തെ. കാരണം ഒരു പാട്ടൊക്കെ വെറുതെ സഖാക്കൾക്കില്ല. അവർ സന്തോഷപൂർവ്വം ഇത്തരം അരുണിന്റെ എല്ലാ വാക്കുകൾ ദൈവവാക്യം പോലെ ഞങ്ങളുടെ സഖാവിന് വേണ്ടി, VSന് വേണ്ടി 60 മണിക്കൂറുകളോളം ഇടവേളകളില്ലാതെ മാറ്റിവെച്ച റിപ്പോർട്ടർ ചാനലിന് വേണ്ടി വലിയ രീതിയിൽ അവർ പണിയെടുക്കുന്നുണ്ട്. PR വർക്ക് എടുക്കുകയാണ്. ഇനി എത്ര നാളത്തേക്കെന്ന് അറിയില്ല. പിന്നെ ഇവർക്കെതിരെ, സഖാക്കൾക്കെതിരെ തിരിയുകയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ രംഗത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ തുടക്കം നാം കണ്ടിട്ടുണ്ട്. അതെ, തുടക്കത്തിൽ ശ്രീത പറയുന്നത്, തുടക്കത്തിൽ തന്നെ ഇവര് ഭയങ്കരമായിട്ട് പിണറായി വിരുദ്ധത, അല്ലെങ്കിൽ എന്ത് കണ്ടാലും ആദ്യം അഴിമതിയുടെ എന്ത് ഇത് കണ്ടാലും സൂചന കിട്ടുന്നതിന് മുമ്പേ ഇവർ അരിച്ചു പറക്കി എടുത്ത് വിട്ടുകൊണ്ടിരുന്ന റിപ്പോർട്ടർ ചാനൽ അങ്ങനെ തന്നെയാണ് ഉയർന്നതും. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. അല്ല, അത് ഒറ്റ രാത്രി കൊണ്ടാണ്. ഇപ്പോൾ ഒന്ന് എല്ലാവരും ഈ സൈബർ ഇടങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഇടങ്ങൾ പരിശോധിച്ചാൽ അറിയാം, റിപ്പോർട്ടർ ചാനൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു കാലത്ത് ഇവരുടെ എല്ലാം പോരാളിയായിരുന്നു അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു മാധ്യമ വേട്ട തന്നെ ഉണ്ടായിരുന്നില്ലേ. ഏഷ്യാനെറ്റിനെതിരെ രംഗത്ത് വരുന്നു, മറുനാടനെതിരെ രംഗത്ത് വരുന്നു. അവരുടെ ഓഫീസ് തന്നെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവർ പോലീസ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സഹാക്കളാണ് ഇന്ന് റിപ്പോർട്ടറിന് വേണ്ടി ഒറ്റക്കെട്ടായി രംഗത്ത് നിന്നിരിക്കുന്നത്. അതിന്റെ കാരണം അദ്ദേഹം ആഗ്രഹിച്ചത്, അതിന്റെ മുതലാളിയാണ് ആൻഡോ അഗസ്റ്റിന്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇത്തരം സഹാക്കൾ പുകഴ്ത്തുക എന്നത്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കേസുകളും നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാം കേസിന്റെ മുകളിലാണ് ഇദ്ദേഹം ചവിട്ടി നിൽക്കുന്നത്. ആ ചവിട്ടി നിൽക്കുന്ന ഇടത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഉള്ളിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, മരമുറി കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കേസുകൾ പല കോടതികളിലായി നിലനിൽക്കുന്നു. അതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്. ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ആദിവാസി സമൂഹത്തിൽ നിന്നും കുറഞ്ഞ പൈസയ്ക്കും അതോടൊപ്പം തന്നെ 500 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങൾ, അങ്ങനെ മുറിക്കാൻ പാടില്ലാത്ത, വനനിയമപ്രകാരം മുറിക്കാൻ പാടില്ലാത്ത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ച് കടത്തിയ കേസുള്ള ആ 3 സഹോദരങ്ങളുടെ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പോൾ ആ ചാനലിന്റെ ഉടമയ്ക്ക് എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒന്ന് സെറ്റിലാക്കണ്ടേ? അതിനു വേണ്ടി ഒരു അവസരം കിട്ടിയതാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ ഇതിൽ എതിർക്കുന്നവരും പറയുന്നത്. പിന്നീട് ഇതിന്റെ ഒരു അനാവശ്യമായ ഒരു വിവാദം കടന്നു വരുന്നത് കൊണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ആ ഒരു താരതമ്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എന്തായാലും ഒരു താരതമ്യം ഉണ്ടായി. പക്ഷെ അതിന് മറുപടി അദ്ദേഹത്തിന്റെ മകൻ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും മാധ്യമങ്ങളിൽ നിന്നും തെറ്റായ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ സഞ്ചരിക്കുന്നത്. അതിനെതിരെ ഈ പ്രധാനപ്പെട്ട പല ചാനലുകളെയും ചിലപ്പോൾ പരാജയപ്പെടുത്തും. ഉമ്മൻചാണ്ടിയുമായിട്ട് താരതമ്യം മാത്രമല്ല, ഒരു മതവിശ്വാസത്തെ വല്ലാണ്ട് വിമർശിക്കുകയും ഒരു നേതാവിനെ, ഒരു പ്രമുഖ വ്യക്തിയെ അതിലൂടെ വിമർശിക്കുകയും ചെയ്യാണ് അരുൺ ചെയ്തത്. കാരണം അരുണിന്റെ ആ എന്ത് നീതീകരിച്ചാലും അത് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ വീണ്ടും ഇന്ന് രാവിലെ വെള്ളപൂശിയാണ് ചെയ്തത്. ഞാൻ ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചത്
ചെയ്തേയില്ല. അതിനകത്ത് പുണ്യാളൻ എന്നും അല്ലെങ്കിൽ പത്രക്കാർ പുണ്യാളൻ എന്ന് എഴുതുകയും ഒക്കെ ചെയ്തു എന്ന് വ്യക്തമായിട്ട് അരുൺ പറയുന്നുണ്ട്. അത് മറ്റാരും എന്നാൽ പിന്നെ മറ്റേ സന്യാസി എന്നോ അല്ലെങ്കിൽ എന്തോ ക്ഷേത്രമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ പൂജ എന്നോ ഒക്കെ കൊടുക്കായിരുന്നല്ലോ. പക്ഷെ അതിനപ്പുറം ഒരു മതവിശ്വാസത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അത് ഉമ്മൻചാണ്ടിയെ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് അരുൺ പറഞ്ഞത്. അതിനപ്പുറമല്ല. അത് അരുൺ എത്ര ഇനി പുകമറ സൃഷ്ടിച്ചാലും അത് നടക്കില്ല. അത് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അരുണിനെ വല്ലാണ്ട് വിമർശിച്ച് കോൺഗ്രസ് നേതൃത്വം അടക്കം സഭാ മേധാവികൾ അടക്കം നിരവധി പേര് മലങ്കര കത്തോലിക്ക സഭയെ വല്ലാണ്ട് വിമർശിച്ച് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ വന്നിട്ടുണ്ട്. അത് അരുൺ മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയരുതായിരുന്നു. ഒരു പക്ഷേ VS-നോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി ജനങ്ങൾ ഏറ്റെടുത്ത ഒരു നേതാവാണ്. അത് ജനം ഏറ്റെടുത്തതാണ്, അല്ലാതെ മുൻകൂട്ടി പ്ലാൻഡ് അല്ല. അല്ലാതെ ഉമ്മൻചാണ്ടി പറഞ്ഞല്ല എന്നെ പുണ്യാളനാക്കണം. അത് അവരുടെ വിശ്വാസമാണ്. മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത് അത് മരണപ്പെട്ട ആർക്കും. നമ്മൾ ഇന്ന് വാവുബലിയാണ്, നമ്മൾ പിതൃതർപ്പണ വർഷത്തിൽ ഒരു വട്ടം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ വിശ്വാസമാണ് കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കുക. അപ്പോൾ ചിലവർക്ക് ഉമ്മൻചാണ്ടിയോടുള്ള ആരാധന കാരണോ അല്ലെങ്കിൽ ഒരു വിശ്വാസം കാരണം അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തിന് പുണ്യാളനോ അല്ലെങ്കിൽ ദൈവപുത്രനോ ഒന്നും ആക്കിയതല്ല. അത് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിലേക്കാണ് ഒരു പക്ഷേ അരുൺ ഇന്നലെ നാവ് ഉയർത്തിയത്. അത് ഒരു നല്ല മാധ്യമ പ്രവർത്തനം ചേർന്നാൽ VS-നെ എന്താണെന്നും VS എന്താണെന്നും അദ്ദേഹത്തിന് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തനത്തിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്, അദ്ദേഹം ചെയ്തോട്ടെ. പക്ഷെ മറ്റൊരാളെ ഇകഴ്ത്തിക്കൊണ്ടും മറ്റൊരാളെ മറ്റൊരു വിശ്വാസത്തിനെ അടിച്ചമർത്തിക്കൊണ്ടും ആകരുത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. അല്ല, അരുണിന് ഇതൊരു പുത്തിരിയല്ല. കാരണം നാം കണ്ടിട്ടുണ്ട് ഈ പഴയടമറയിൽ അദ്ദേഹത്തെ പറയുമല്ലോ, വായിക്കാത്ത വിരലിട്ടാൽ കടിക്കാത്ത ആൾക്കാരെന്ന് ഒരു പാവപ്പെട്ടവരെ നമ്മൾ വിശേഷിപ്പിക്കുക. അത്തരത്തിലൊരു മനുഷ്യനാണ് പഴയടം. അദ്ദേഹത്തെ അന്ന് കുറ്റപ്പെടുത്തി കണ്ടിട്ടില്ലേ? ബ്രാഹ്മണിക്കിൽ ഹെജുമണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടുന്ന വലിയ രീതിയിലുള്ള ഒരു കേരളത്തെ തന്നെ ഒരു രണ്ടായി വിഭജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹം പിന്നീട് നാം കണ്ടിട്ടുണ്ട്. പല വാർത്താ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഈ പാചകപ്പുരയ്ക്ക് സമീപം ഇദ്ദേഹം കാവൽ നിൽക്കുകയാണ്. ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും അവിവേകം പ്രവർത്തിക്കുമോ, വലിയ രീതിയിൽ അന്ന് വിവാദം ഉണ്ടാവുകയാണ്. അതിനുശേഷം ആ വൃദ്ധനായ ആ മനുഷ്യൻ കാവൽ നിൽക്കുകയാണ്. അദ്ദേഹത്തോട് ഈ മാധ്യമങ്ങൾ ചോദിക്കണം എന്താണ് ഉറക്കമൊന്നുമില്ല. അപ്പം പറഞ്ഞു ഈ വിവാദങ്ങൾ കത്തുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ മുതലാക്കി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, കാരണം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ആഹാരം കഴിക്കുകയാണ്. ആരെങ്കിലും ഒന്നിനെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഭയപ്പാടിലേക്ക് ആ സാധാരണക്കാരായ മനുഷ്യനെ പഴയടെന്ന് പറയാൻ വെറും പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. വളരെ സാധുവായ നല്ലൊരു മനുഷ്യൻ. അവർക്ക് പ്രത്യേക അജണ്ടകളൊന്നുമില്ല. അതേ ആഹാരത്തിന് അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്നത് അത്ര വൃത്തിയോടെ കൂടി നല്ല ഭക്ഷണം വിളമ്പണം എന്നുള്ള ഒറ്റ മനസ്ഥിതിയുള്ള. പക്ഷെ അവരെയൊക്കെ ഇത്രയും ഈ മതത്തിന്റെയും ജാതിയുടെയൊക്കെ പേരിൽ തിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ആ റിപ്പോർട്ടർ ചാനൽ ഒറ്റ വാർത്ത കൊണ്ടാണ് പഴയുടെ ഇത്രയും ഫേമസ് ആയത് തന്നെ. അല്ല, അന്ന് ഫേസ്ബുക്കിലാണ് അല്ല അദ്ദേഹം പിന്നീട് റിപ്പോർട്ടർ ചാനലിലേക്ക് വരുമ്പോൾ പിന്നീട് അദ്ദേഹത്തിനെതിരെ മാപ്പ് പറയുന്ന സാഹചര്യമുണ്ടാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യനെ പൂർണ്ണമായി അങ്ങ് വേട്ടയാടുക, പിന്നീട് ഇതൊന്ന് തണുക്കുമ്പോൾ വന്ന് മാപ്പ് പറഞ്ഞ് സോൾവ് ആക്കുന്ന ഒരു രീതിയാണ് അരുൺ കുറച്ച് നാളുകളായി തന്നെ അത് പിന്തുടരുന്നത്. അത് പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ പോക്സോ ഒരു കൊച്ചുകുട്ടിയെ കാമുകിയായി ചിത്രീകരിക്കുന്ന ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് നിരന്തരം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ് ഇപ്പോൾ അരുണിന്റെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ആ ചാനൽ ഒന്നാം സ്ഥാനത്ത് നിരന്തരം നിൽക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ മുതലാളിക്കാണെങ്കിൽ ഇത്തരം കേസുകളിൽ നിന്നൊന്ന് പുറത്തു വരിക, പുറത്തു വന്നതിന് ശേഷം ഒരു ഇമേജ് ഉണ്ടാക്കുക. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഇരുന്നങ്ങ് പറയുകയാണ്. നാം പണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട്, മുതലാളി അങ്ങ് ചമഞ്ഞ് എല്ലാ ഭരണം നടത്തുന്ന ഒരു മുതലാളിയായാണ് ഇപ്പോൾ ചാനലിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അഭിപ്രായം പറയുന്നു. അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വന്തമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ആ ചാനൽ എന്തായാലും മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പക്ഷെ അതേസമയം ഇന്നലെ 24-ലെ SKN ഇതുപോലൊരു നാവുപിഴ ഉണ്ടായി. പക്ഷെ അദ്ദേഹം അതിന്റെ പിറ്റേന്ന് വന്ന് മാപ്പ് പറയുകയും ചെയ്തു. ഹാഷ്മിക്കും എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് സംസാരത്തിനിടയിൽ അറിയാണ്ട് വന്നു. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ലൈവിൽ വരും. പക്ഷെ മനഃപൂർവ്വമായിട്ട് ഇത്രയും വാക്കുകൾ പറയും. ഇത് ഒരു വാക്കിലല്ല, മറ്റേത് ഒരു വാക്കിലുള്ള ഒരു ചെറിയ മിസ്റ്റേക്കിലാണ് അങ്ങനെ പിണറായി എന്നുള്ള പേര് മാറിപ്പോയത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഒരു കൂട്ടം സെന്റൻസുകളാണ്. ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുന്ന ആവർത്തിച്ച് പറഞ്ഞ് ഉള്ളത്. അത് മനഃപൂർവ്വം തന്നെയാണ്. അത് ഒരു പക്ഷേ മാപ്പ് പറയാതെ വെള്ള പൂശുന്നതിനോട് യോജിക്കാനാവില്ല.